ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനുള്ളിൽ മോസ് സൂക്ഷിച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഈ മോസിൻ്റെ പേര് ഫേൺ മോസ് എന്നാണ്. ഇത്തരം മോസ് എല്ലാ കാലാവസ്ഥയിലും അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് ഇവയെ ഇങ്ങനെ ഒരു കണ്ടെയ്നറിനുള്ളിൽ ആർട്ടിഫിഷ്യൽ ഇക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് സംരക്ഷിക്കുന്നു. അങ്ങനെ ഇവയെ ആവശ്യമുള്ളപ്പോൾ ടെറാറിയം നിർമ്മാണത്തിന് ഉപയോഗിക്കാം. ഇവ കേടുകൂടാണ്ട് ലോങ് ടൈം ആയിട്ട് എങ്ങനെ കെയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇത് പോട്ടിംഗ് സോയിലും മണലും കുറച്ച് കരിയിലയും ചേർത്ത മിക്സറാണ്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പോട്ടിംഗ് സോയിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. മണൽ ഇല്ലെങ്കിൽ സബ്സ്ട്രേറ്റോ അല്ലെങ്കിൽ ചരലോ യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു മിക്സർ റെഡിയാക്കി വെക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പ്രകൃതിയിൽ നിന്നും ശേഖരിക്കുന്ന മോസ് പ്ലാന്റ് ചെയ്ത് വയ്ക്കാം. കണ്ടെയ്നറിനുള്ളിൽ മോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. കാരണം വെള്ളം ഒരിക്കലും കൂടി പോകാൻ പാടില്ല. വെള്ളം കണ്ടെയ്നറിനുള്ളിൽ കെട്ടിക്കിടന്നാൽ മോസ് ചീഞ്ഞു പോകും. അത്യാവശ്യത്തിനുള്ള വെള്ളം സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഇനി ഈ കണ്ടെയ്നർ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതെ വീടിനുള്ളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വയ്ക്കുക. ഒപ്പം അക്വാട്ടിക് ലൈറ്റോ അല്ലെങ്കിൽ സാധാരണ LED ലൈറ്റോ 8 hours ഡെയിലി കൊടുക്കുക. 3 ദിവസത്തിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല ഗ്രീനിഷ് വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. ഫംഗൽ ഇൻഫെക്ഷനോ ഇലജിയിലോ ഒന്നും തന്നെ കാണാനില്ല. അതിനർത്ഥം ഈ കണ്ടെയ്നറിനുള്ളിൽ മോസ് നന്നായി വളരുന്നുണ്ട് എന്നാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റും മോയ്സ്ചറൈസുമാണ് മോസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട സാഹചര്യം ഒരുക്കുന്നത്. ഇനി ഈ മോസ് വെച്ച് നമുക്ക് ടെററിയം ചെയ്യുന്നതിനോ ഓപ്പൺ അക്വേറിയത്തിലോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.